പെട്ടെന്നൊരു ഒഴിച്ചുകറി തയ്യാറാക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത്, അതായത് നമ്മൾ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത്, നമ്മൾ എവിടെയെങ്കിലും പോയി പെട്ടെന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു കറി റെഡിയാക്കണം, ഒരു ഒഴിച്ചുകറി നിർബന്ധമാണ് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ വളംപുളിയാണ്. പിന്നെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കടുകും ഉപ്പും കറിവേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ട്, വറ്റൽമുളക് ചതച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളക് വറുത്ത പുളിയാണ് കേട്ടോ. അതാണ് ഇതിന് സാധാരണ പറയാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി എടുക്കാം. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും മതി ഒഴിച്ചു കറി എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു മണ്ണിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കടുക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എണ്ണയിൽ കടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ട് ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചതച്ച മുളക് നമുക്ക് എത്രയാണോ ആവശ്യം ആ ഒരു മുളക് നമുക്കതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് കൂട്ടി വെക്കുന്ന നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മുളക് വറുത്ത പുളി ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. നമ്മുടെ മുളക് വറുത്ത പുളി വാങ്ങി വെച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണിൻ്റെ ചട്ടിയിലായതുകൊണ്ട്. അപ്പോൾ ഇനി ഇതൊഴിച്ചിട്ട് ചോറങ്ങ് കഴിച്ചാലുണ്ടല്ലോ, ഇതിലേക്ക് എന്തെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് എന്താ നമ്മളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി നിങ്ങൾ ഗ്ലാം ഗോഡസ് എന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത കിടിലം വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.